ഇന്ന് ചെയ്യാൻ പോണത് ചാള പതപ്പിച്ചതാണ്. അതിനുവേണ്ടി 1/2 കിലോ ചാള എടുത്തിട്ടുണ്ട്. അത് ചെതമ്പൽ പെട്ടെന്ന് പോണമെന്നുണ്ടെങ്കിലേ അരമണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി. ചാളയുടെ ഒരു ഉളുമ്പു മണം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലുപ്പിട്ടിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് കഴുകി കഴിഞ്ഞാൽ അത് നന്നായി മാറും. ചാള പതപ്പിച്ചതിലേക്കുള്ള ചേരുവകളാണ് 1/2 കിലോ ചാള കഴുകി വൃത്തിയാക്കിയത്. പിന്നെ ഇതിലേക്കുള്ള മെയിനായിട്ടുള്ളതാണ് നമ്മളുടെ ഉള്ളി, ചെറിയ ഉള്ളി 1/4 കിലോ എടുത്തിട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എടുത്തതുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, വെളിച്ചെണ്ണ ആവശ്യത്തിന്, 3 പച്ചമുളക്, 2 തണ്ട് വേപ്പില. ചട്ടി അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇടാണ്. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ ഒരു നുള്ളു പൊടിയുപ്പ് അതിലേക്ക് ഇടാം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ ഇടണം. മുളക് പൊടി ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. തീ ഒന്ന് കുറച്ചിട്ട് ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം. നേരത്തെ നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചാള പൊതിപ്പിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ചാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറിയ ചാള കാരണമാണ് ഞാൻ വരിയാതെ ഇട്ടത്. വലിയ ചാളയാണെങ്കിൽ അത് നമ്മൾ വറുക്കാൻ വരിയുന്ന പോലെ വരിഞ്ഞിട്ട് ഇതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് വരിഞ്ഞും കറി വെക്കാം. ഇത് ശരിക്കും ഇതിൻ്റെ മസാല ചാളയുടെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കണം. എന്നിട്ട് ഈ മസാലയുടെ ഉള്ളിൽ കിടന്നിട്ടാണ് ചാള വേവേണ്ടത്. ഇത് സിമ്പിളായിട്ട് കറി വെക്കാൻ പറ്റിയതാണ്. അധികം ചേരുവകളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ചാള നന്നായി വെന്തിട്ടുണ്ട്. കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ. ചാള പതപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്.